നമസ്കാരം, ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്ന് നമ്മൾ വളരെയധികം പ്രാക്ടിക്കാലിറ്റി, അതായത് പ്രായോഗികതയുള്ള ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. മാർച്ച് മാസമായി, ഇനിയിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ഒക്കെ വെക്കേഷനാണ്. വെക്കേഷൻ ആവുമ്പോൾ നമ്മള് കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ വലിയ ആൾക്കാര് പല 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 ട്രിപ്പുകൾ പോവും, അല്ലെ, യാത്രകൾ പോവും. അപ്പോ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പനി, ചെറിയ എന്താ പറയാ മുറിവുകള്, അങ്ങനെ ഇങ്ങനെ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു മെഡിക്കൽ കിറ്റ്, അല്ലെ, നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാ യാത്രയ്ക്ക് വേണ്ട ഡോക്യുമെന്റ്സ് വെക്കുന്നതിന്റെ കൂടെ ഒരിക്കലും മറക്കാൻ പാടില്ലാതെ വെക്കേണ്ട ഒരു സംഗതിയാണ് മെഡിക്കൽ കിറ്റ്. ഒരു ചെറിയ ബോക്സിൽ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുവോ? എനിക്ക് ആളുകൾ ലൈവിൽ വന്നു എന്നൊന്ന് അറിയാനാണ്. ലൈവ് തുടങ്ങിയോ? നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നുണ്ടോ? ആരെങ്കിലും ഒരു കമന്റ് ഇടൂ. യെസ്, ഓക്കെ, കമന്റുകൾ വന്നു. യെസ്, നമസ്കാരം. സോ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത്, അങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഒരു മെഡിക്കൽ കിറ്റിൽ എന്തൊക്കെ സംഗതികൾ എടുത്തു വെക്കണം, എമർജൻസി ആയിട്ട് നമുക്കൊരു അത്യാവശ്യത്തിന് വേണ്ട എന്തൊക്കെ മരുന്നുകൾ, അത് കുട്ടികൾക്കുള്ള മരുന്നാവാം, വലിയ ആൾക്കാർക്കുള്ള മരുന്നാവാം, ജനറലി എന്തൊക്കെ മരുന്നുകളാണ് എടുത്തു വെക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, പാരസെറ്റമോൾ ഒരിക്കലും മറക്കാതെ എടുത്തു വെക്കേണ്ടതാണ്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ സിറപ്പ് എടുത്തു വെക്കുക. എത്ര ml ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു തന്നത് അവിടെ അതിൽ എഴുതി വെക്കുക. വലിയ ആൾക്കാരാണെങ്കിൽ പാരസെറ്റമോളിന്റെ 500-ന്റെയോ 650-ന്റെയോ, ഇപ്പൊ നമുക്ക് കാൽപോള്, ഡോളോ എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റുകളുണ്ട്, അത് എടുത്തു വെക്കുക. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം? നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. എവരി 6 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 6 hours ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ എന്തെങ്കിലും തലവേദന, അങ്ങനെ ചെറിയ പെയിന്, ചെറിയ വേദന, തലവേദന, പെയിന്, പനി, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും നമ്മൾ ഒരിക്കലും മറക്കാതെ കയ്യിൽ വെക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്? പാരസെറ്റമോൾ. കുട്ടികൾക്കാണെങ്കിൽ ഡ്രോപ്സോ സിറപ്പോ വെക്കുക, നമുക്കാണെങ്കിൽ ടാബ്ലറ്റ് വെക്കുക. ഓക്കെ. രണ്ടാമത്തേത്, നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ പണി എങ്ങനെയാണ്? വയറിളക്കവും ഛർദി, അല്ലെ? നമ്മൾ പുറത്തു പോകും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, പെട്ടെന്നായിരിക്കും നമുക്കൊരു അത് വയറ്റിന് പറ്റില്ല, വയറിളക്കവും ഛർദി ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ട മരുന്നുകൾ അത്യാവശ്യമായിട്ട് നമ്മൾ കയ്യിൽ വെക്കണം. സോ രണ്ടാമത്തെ മരുന്ന് പറയുന്നത് ഛർദിക്കുള്ള മരുന്നാണ് ആന്റി എമറ്റിക്. അത് ഡോംപെരിഡോൺ, ഓണ്ടാൻസെട്രോൺ എന്നൊക്കെ പറയുന്ന പല മരുന്നുകളുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ സിറപ്പ് ഫോം ഉണ്ട്. വലിയ ആളുകൾക്കാണെങ്കിൽ ഗുളികയുണ്ട്. ഇനി വായിലിട്ട് അലിയിക്കാനുള്ള മൗത്ത് ഡിസോൾവിംഗ്, MD എന്ന് പറയുന്ന മൗത്ത് ഡിസോൾവിംഗ് ടാബ്ലറ്റുകളുണ്ട്. 2 mg, 4 mg ഒക്കെ അവൈലബിൾ ആണ്. സോ ഡോംപെരിഡോൺ അല്ലെങ്കിൽ ഓണ്ടാൻസെട്രോൺ എന്ന് പറയുന്ന മരുന്നാണ് നോർമലി ഛർദി നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ കയ്യിലെടുത്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തെ സംഗതി, ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇങ്ങനെ ഛർദിയും വയറിളക്കൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വെള്ളം കുടിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് ORSന്റെ പൊടി എപ്പോഴും കയ്യിൽ വെക്കുക. അത് ചെറിയ 200 ml തിളപ്പിച്ചാറിയ വെള്ളത്തിൽ, അതായത് ഒരു സ്റ്റീൽ ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പറ്റണ കുഞ്ഞു പാക്കറ്റുകളായിട്ട് അവൈലബിൾ ആയിരിക്കും. പല ഫ്ലേവറിലുണ്ട്, ഓറഞ്ച് ഫ്ലേവർ, പല അതായത് നമ്മൾക്ക് ജ്യൂസ് പോലെ കുടിക്കാം. സോ അങ്ങനത്തെ ഒരു 5-6 പാക്കറ്റ് എന്തായാലും കയ്യിൽ എമർജൻസിക്ക് കരുതണം. കാര്യം നിങ്ങൾ മെഡിക്കൽ ഷോപ്പൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റാസിഡ്. ഇപ്പൊ ഈ ഛർദ്ദിക്കുന്ന സമയത്ത്, വയറിളകുന്ന സമയത്ത്, അല്ലാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ഗ്യാസ് കയറാം, അല്ലെ? ഭക്ഷണമൊന്നും പറ്റാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ പുറത്തുനിന്നൊക്കെ പല ഭക്ഷണങ്ങളായിരിക്കും, ചിലപ്പോൾ ഗ്യാസ് കയറി എന്ന് വരാം. സോ ഒരു ആന്റാസിഡ് എന്തായാലും നമ്മൾ കരുതണം. പലതരം ആന്റാസിഡുകളുണ്ട്. റാൻറ്റാക്ക് ഉണ്ട്, ഒമിപ്രസോള്, പാൻറ്റോപ്രസോള്, അങ്ങനെയുള്ള ഈസോമിപ്രസോള്, അങ്ങനെ വലിയ ആളുകൾക്ക് പല ആന്റാസിഡ്സ് ഉണ്ട്. കുട്ടികൾക്ക് റാൻറ്റാക്കിന്റെ സിറപ്പ്, റാനിറ്റിഡിൻ എന്ന് പറയുന്ന മരുന്നിന്റെ സിറപ്പ് ലഭ്യമാണ്. സോ എത്രയാണ് ml എന്നൊക്കെ ഉള്ളത് മുമ്പ് കൂട്ടി ഡോക്ടറോട് ചോദിച്ചു വെക്കണം. അപ്പോൾ ഒരു ആന്റാസിഡ്, അതായത് നമുക്ക് ഗ്യാസ് കയറുക എന്ന് പറയുന്ന ഗ്യാസ്ട്രൈറ്റിസ്, അല്ലെങ്കിൽ ഗ്യാസ് കയറുക എന്ന് നമ്മൾ നോർമൽ ഭാഷയിൽ പറയുന്ന പ്രശ്നത്തിന് ഒരു ആന്റാസിഡ്, വലിയ ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ഗുളിക, കുട്ടികൾക്കാണെങ്കിൽ റാൻറ്റാക്കിന്റെ സിറപ്പ്, കേട്ടോ. ഇത് കയ്യിൽ വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ മുറി, ഇതൊക്കെയാണല്ലോ പിന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും ഒന്ന് കാല് തട്ടി മുറിഞ്ഞു, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ ഒരു ബാൻഡേഡ്, അപ്പൊ ഒരു 4-5 ബാൻഡേഡ് കയ്യിൽ വെക്കുക. കുറച്ചുകൂടി വലിയ മുറിവാണെങ്കിൽ കോട്ടണും അത് കെട്ടാനുള്ള ആ കോട്ടൺ കണ്ടിട്ടില്ലേ? കോട്ടൺ വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടുന്ന, മുറി കെട്ടുന്ന, അത് നമുക്കിങ്ങനെ ഒരു റോളായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ. അത് കയ്യിൽ വെക്കണം. കാര്യം കുറച്ചുകൂടി വലിയ മുറിയാണെങ്കിൽ നമുക്കൊരു കോട്ടൺ ഒക്കെ വെച്ചിട്ട് അത് കെട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ
ഒരു കോട്ടൺ ബോൾ അങ്ങനെ കെട്ടാനുള്ള ഒരു സംഭവങ്ങൾ വെക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു ആന്റിസെപ്റ്റിക് ക്രീം, അതായത് ഒരു ആന്റിസെപ്റ്റിക് കുറെ ക്രീമുകളുണ്ട്. ഇനിയിപ്പോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോവിഡോൺ അയഡിന്റെ ക്രീം വെച്ചാൽ മതി. പോവിഡോൺ അയഡിൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ വില കുറഞ്ഞ ഒരു ക്രീമാണ്. പോവിഡോൺ അയഡിന്റെ നമ്മുടെ ടിഞ്ചർ അയഡിൻ എന്നൊക്കെ പറയാറില്ലേ, അതിന്റെ ക്രീം അവൈലബിൾ ആണ്. ആ ഒരു ക്രീം കൂടി നമുക്ക് വെക്കുക. അത് ഇൻഫെക്ഷൻ ഒന്നും വരാതെ മുറിയിൽ പെരട്ടാനും ഇങ്ങനെ നമ്മൾ ഒന്ന് കെട്ടുന്നതിന്റെ മുമ്പേ പെരട്ടിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്, ഇൻഫെക്ഷൻ ഒന്നും വരില്ല. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കെട്ടാനുള്ള സംഗതികൾ, ബാൻഡേഡ്, കോട്ടൺ, ഇതൊക്കെ നമ്മൾ എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി വരാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ ചെറിയ ജലദോഷം അല്ലെ, ഇപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് കാണാൻ പോവാണ് എന്നുണ്ടെങ്കിൽ ജലദോഷം വരും, ചെറിയ ചുമ, ഇങ്ങനത്തെ സംഗതികൾക്ക് ഒരു ആന്റി ഹിസ്റ്റമിൻ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ആന്റി ഹിസ്റ്റമിൻ ചിലപ്പോൾ നമുക്ക് കഴിച്ചാൽ കുറച്ചൊരു ഉറക്കം വരും, ചില തരം ആന്റി ഹിസ്റ്റമിനുകൾ. പക്ഷേ അപ്പോൾ ഉറക്കം വരാത്ത ടൈപ്പ് ആന്റി ഹിസ്റ്റമിൻ മരുന്നുകൾ, ഇപ്പൊ ലൊറാറ്റിഡിൻ എന്നൊക്കെ പറയുന്ന ആന്റി ഹിസ്റ്റമിൻ ഉറക്കം വരാത്തതാണ്. അപ്പൊ അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഡ്രൈവ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, ഒരിക്കലും ആന്റി ഹിസ്റ്റമിൻ കഴിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുത്. സോ ഡോക്ടറോട് ചോദിച്ചിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം ഒരു 3-4 ഗുളിക കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതിന്റെ സിറപ്പ് രൂപത്തിലും കുട്ടികൾക്ക് കിട്ടും പലതരത്തില്ല. ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല. കുട്ടികൾക്ക് ചെറിയ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ, മൂക്കൊലിപ്പ്, ജലദോഷം, മൂക്കടപ്പ്, അങ്ങനത്തെ കുഞ്ഞി നമ്മള് എന്താ പറയാ, അങ്ങനെ വളരെ ചെറുതായിട്ട് വരുന്ന ഫ്ലൂ പോലെയുള്ള ബുദ്ധിമുട്ടുകളില്ലേ, ജലദോഷം നമ്മൾ പറയുന്നത്, അതിന് വേണ്ട മരുന്നുകൾ ആന്റി ഹിസ്റ്റമിൻ എന്നാണ് അതിന് പറയാ, ആന്റി ഹിസ്റ്റമിൻ. സോ വലിയ ആളുകൾക്ക് അങ്ങനത്തെ ടാബ്ലറ്റുകൾ ലഭ്യമാണ്. അപ്പോൾ പരമാവധി സെഡേഷൻ ഇല്ലാത്ത ടാബ്ലറ്റുകൾ ഡോക്ടറോട് ചോദിച്ചു വാങ്ങുക. കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ സിറപ്പുകളും ലഭ്യമാണ്, അല്ലെങ്കിൽ ഡ്രോപ്സുകളും ലഭ്യമാണ്. സോ ജലദോഷം കഴിഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കടിക്കുക. ഇപ്പോൾ നമ്മൾ നല്ല കൊതുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് വെക്കുക, അപ്പോൾ മോസ്കിറ്റോ റിപ്പല്ലന്റ് എപ്പോഴും കയ്യിൽ വെക്കണം. നമ്മുടെ സ്ഥലത്ത് മോസ്കിറ്റോസ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടോ നമുക്ക് അറിയില്ല. സോ മോസ്കിറ്റോ റിപ്പല്ലന്റ് ഒരു ക്രീം കയ്യിൽ വെക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങനെ കടിച്ചാൽ തന്നെ നമുക്ക് അതിൽ തേക്കാനുള്ള ഒരു ആന്റി അലർജിക് ലോഷൻ, ഒന്നും വേണ്ടെങ്കിൽ ഒരു എന്താ പറയാ സിങ്ക് ഓക്സൈഡും അതുപോലെ തന്നെ കലാമിനും കൂടി ചേർന്ന ഒരു ലോഷൻ എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ മതി. സാധാരണ അലോവേര, കലാമിൻ, സിങ്ക് ഓക്സൈഡ് ഒക്കെ കൂടി ചേർന്ന ഒരു സ്കിൻ പ്രൊട്ടക്ഷൻ ലോഷൻ എപ്പോഴും നമ്മൾ വാങ്ങാറുണ്ട് അല്ലെ. ചെറിയ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഇത് പറഞ്ഞ പോലെ പല ജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറത്ത് തേക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ലോഷൻ കൂടി കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു തെർമോമീറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്ക് പനി ഉണ്ടോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നോക്കാൻ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ 10, 50, 60 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അത് എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുക. ഒരു സൺസ്ക്രീൻ ലോഷൻ, ഇപ്പൊ നിങ്ങൾ ഗോവയ്ക്കൊക്കെ പോവാണ്, ഭയങ്കര എന്താ പറയുക ബീച്ചാണ്, ഭയങ്കര സൺലൈറ്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൂര്യാഘാതമൊക്കെ ഏൽക്കാൻ, ഇപ്പോഴത്തെ ചൂടിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. സോ അതുകൊണ്ട് ഒരു സൺസ്ക്രീൻ, പുറത്തു പോകുന്നു, വെയിലത്ത് പോകുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് കയ്യിൽ കരുതുന്നതും വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഒരു പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു പെയിൻ കില്ലർ ഏതെങ്കിലും, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി ഭയങ്കരമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ് എന്ന് വെക്കൂ, ഇതൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കയ്യിൽ വെക്കുക കേട്ടോ. എന്തെങ്കിലും ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള അപ്പോൾ ചിലപ്പോൾ പാരസെറ്റമോളിൽ ആ പെയിൻ നിന്നോളണമെന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ഇതൊക്കെ പോയിട്ട് ഒരിക്കലും ഫാർമസിയിൽ പോയിട്ട് പേര് പറഞ്ഞ് പെയിൻ കില്ലർ എന്ന് പറഞ്ഞ് വാങ്ങാനല്ല ഞാനിത് പറയുന്നത്. ഒരു ഡോക്ടറെ അടുത്ത്, ഒരു ദൂരയാത്ര പോകുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇതിനുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ തരും. അപ്പോൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു 3-4 ഗുളിക പെയിൻ കില്ലേഴ്സ് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഡൈക്ലോഫിനാക് ജെല്ല് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മള് ബൊളിനി ജെല്ല്, ഓവറാൻ ജെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് പല ജെല്ലുകളില്ലേ, അതായത് ഇപ്പൊ നിങ്ങൾക്കൊന്ന് ഉളുക്കി അല്ലെങ്കിൽ കാലൊന്ന് മടന്തി, അപ്പൊ നമുക്ക് അവിടെ ചെറുതായിട്ട് ഫ്രാക്ചർ അല്ല, അവിടെ ചെറുതായിട്ട് ഒരു നീരൊക്കെ വെച്ചു, അപ്പൊ അവിടെ ഒന്ന് തേച്ച് നമുക്കൊന്ന് ഒരു സമാധാനത്തിന് തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുന്ന ഡൈക്ലോഫിനാക്, അതായത് പെയിൻ കുറയ്ക്കുന്ന, ഈ സ്വെല്ലിംഗ് കുറയ്ക്കുന്ന ടൈപ്പ് ജെല്ലുകളുണ്ട്. സോ ഡൈക്ലോഫിനാക് ജെല്ല് അങ്ങനെയുള്ള ഏതെങ്കിലും ബോളിനി, ഓവറാൻ ജെല്ല് ഏതെങ്കിലും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ജനറലി. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആകമൊത്തം ആലോചിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഛർദി, അതിസാരം, ഛർദി, വയറിളക്കം, അതിനുള്ള ഇതിപ്പോ നമ്മൾ പറഞ്ഞു, ചെറിയതായിട്ടുള്ള ജലദോഷത്തിനുള്ളത് പറഞ്ഞു, ഗ്യാസിനുള്ളത് പറഞ്ഞു, പനി, തലവേദനയ്ക്കുള്ളത് പറഞ്ഞു, എന്തെങ്കിലും മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എന്തെങ്കിലും ചാതികൾ, അതായത് മൊസ്കിറ്റോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, ചൂടിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ ചെറുതായിട്ടുള്ള പെയിൻ ഇപ്പൊ നമ്മുടെ കാല് മടന്തുക, കാല് ഉളുക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി നമ്മൾ പറഞ്ഞു. യെസ്, കുട്ടികൾക്ക് സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. അത് ഏത് കമ്പനിയുടെ ആണെന്ന് നോക്കി വാങ്ങുക. ഇപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസർ വാങ്ങുന്നില്ലേ, ഇപ്പൊ പല ടൈപ്പ് മോയ്സ്ചറൈസറുകളില്ലേ, സെബാമെഡ്, എന്താ പറയാ, ജോൺസൺ ആൻഡ് ജോൺസൺ, ഒളി, എന്താ പറയാ, അവീനോ എന്നൊക്കെ പറഞ്ഞ് പല പല ബ്രാൻഡുകളുടെ കുട്ടികളുടെ മോയ്സ്ചറൈസർ ഉണ്ട്. ഇവരൊക്കെ കുട്ടികൾക്കുള്ള സൺസ്ക്രീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഇനി എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ, നിങ്ങൾ യാത്ര പോയിട്ട് ഞാൻ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറയൂ. ഏതെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടോ? ഇനി ഏതെങ്കിലും മരുന്നുകൾ ഞാൻ മറന്നുപോയോ? അപ്പൊ ഇതൊക്കെയാണ്. ഒരിക്കലും ലൂസ് മോഷൻ ഓൾറെഡി പറഞ്ഞു, ലൂസ് മോഷൻ ഒക്കെ പറഞ്ഞു കേട്ടോ.
അപ്പോൾ ഞാൻ ഒരുമാതിരിയൊക്കെ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇതിന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയിട്ട് ചിലപ്പോൾ ട്രക്കിങ്ങിനൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. അവിടെ മെഡിക്കൽ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവിടെ വെച്ചിട്ട് ഒരു അത്യാഹിതം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു ചെറുതായിട്ടൊരു ഛർദി തുടങ്ങിയാൽ തന്നെ പലപ്പോഴും നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇങ്ങനെ ഒരു മെഡിക്കൽ കിറ്റ് കുറച്ച് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ബോക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് പിടിച്ചു നിൽക്കാനുള്ള മരുന്നുകൾ അതിലുണ്ടെങ്കിൽ അത് വളരെ വലിയ ഹെൽപ്പായിരിക്കും. സോ ഇനി വെക്കേഷൻ തുടങ്ങാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക് ഇട്ടത്. സോ എല്ലാ അച്ഛനമ്മമാരിലേക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്തെത്തിക്കണം. ബാക്ക് പെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാക്ക് പെയിൻ നമ്മൾക്ക് ചെറുതായിട്ടുള്ള പാരസെറ്റമോൾ ഗുളിക കഴിക്കാം. അതിന്റെ കൂടെ തന്നെ ഡൈക്ലോഫിനാക് ജെല്ല് നമുക്ക് തടവാം. അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള എന്ത് പെയിനിനും അത് ചെയ്യാം കേട്ടോ. യെസ്, അലർജിക്കുള്ളത് അത് കറക്റ്റ് ആണ്. അലർജി വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളതും ഇത് തന്നെയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകൾ എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് അലർജിക്കും ഉപയോഗിക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ തടിച്ചു പൊന്തിയൊക്കെ വരുന്ന അലർജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കലാമിൻ ലോഷൻ തേക്കാം. അതിന്റെ കൂടെ തന്നെ ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ജലദോഷത്തിന് എന്ന് പറഞ്ഞില്ലേ, ആ മരുന്നുകൾ നമുക്ക് അലർജിക്കും ഉപയോഗിക്കാം. പിന്നെ ചെവി വേദന, കണ്ണ്, അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ചെവി വേദന വലിയ വരികയാണെങ്കിൽ ചെവി വേദനയ്ക്കുള്ള ഡ്രോപ്സുകൾ വേണമെങ്കിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ചെവി വേദന കുട്ടികൾക്കൊക്കെയാണ് പെട്ടെന്ന് ചിലപ്പോൾ ചെവി വേദനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചെവി വേദനയ്ക്കുള്ള ഡ്രോപ്സുകളുണ്ട്. ലിഗ്നോക്കിൻ എന്ന് പറയുന്ന മരുന്നടങ്ങിയ ഡ്രോപ്സുകളുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ശരിയാണ്, അത് നമുക്ക് വേണമെങ്കിൽ വെക്കാം. ശരിയാണ്. ഇനി വേറെ എന്തെങ്കിലും? അലർജി ഓൾറെഡി പറഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റിൽ പറയൂ. ഞാൻ വിട്ടുപോയതാണെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യാം. സോ എല്ലാ അച്ഛന്മാരിലേക്കും തുമ്മലും ജലദോഷമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. വേറെന്തെങ്കിലും? ഓക്കെ, നമ്മളെല്ലാം കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്നുണ്ടാവുന്ന അസുഖങ്ങൾ, ഇതിപ്പോ ഗംഭീരമായിട്ടുള്ള ട്രീറ്റ്മെന്റിനല്ല, ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ്. അതായത് ആദ്യം പെട്ടെന്ന് നമുക്കതൊന്ന് നിർത്താനും ഒരു മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെന്ററിൽ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ നമുക്ക് ആ ആളെ എത്തിക്കുന്നത് വരെ നമ്മുടെ കയ്യിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ ടോക്കാണ്, പക്ഷെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാക്ടിക്കാലിറ്റി ഉള്ള ഒരു സംഭവമാണ്. തലവേദനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ. ഹാർട്ട് പ്രോബ്ലത്തിനൊന്നും നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന മരുന്നുകളെല്ലാം കയ്യിൽ വെക്കണേ. ഇതൊക്കെ എമർജൻസിക്കുള്ള മരുന്നുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഷുഗറിന്റെ, പ്രഷറിന്റെ, ഹാർട്ടിന്റെ, വൃക്കയുടെ അങ്ങനത്തെ മരുന്നുകളെല്ലാം ദയവ് ചെയ്ത് കയ്യിൽ വെക്കണം. അത്യാവശ്യം ക്വാണ്ടിറ്റി കയ്യിൽ വെക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു 10 ദിവസത്തെ ട്രിപ്പാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 20 ദിവസത്തെ മരുന്ന് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ ഒരു സ്ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് നഷ്ടപ്പെട്ടു, നമ്മുടെ ബാക്കി മരുന്ന് നമ്മുടെ കയ്യിൽ വേണം. സോ 10 ദിവസത്തെ ആണെങ്കിൽ ഒരു 20 ദിവസത്തെ മരുന്നെങ്കിലും നമ്മൾ കയ്യിൽ എപ്പോഴും വെക്കണം. അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടി നിങ്ങളുടെ കയ്യിൽ വെക്കണം. പലപ്പോഴും എയർപോർട്ടിലൊക്കെ ഈ മരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിക്കും. അപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അടക്കം, പ്രത്യേകിച്ച് എന്തെങ്കിലും സൈക്യാട്രിക് മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. ഓക്കെ, വീസിങ്ങിന് ഇപ്പൊ ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ വലിവ് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വലിവിന്റെ മരുന്ന് പലപ്പോഴും ഒരു ഇൻഹേലർ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇൻഹേലർ ഒക്കെ മറക്കാതെ കയ്യിൽ വെക്കണം. പിന്നെ ഈ നെബുലൈസേഷൻ ചെയ്യുന്ന മരുന്ന് മെഷീൻ ഉണ്ട്, നെബുലൈസേഷൻ നിങ്ങൾ അറിയില്ലേ, നമ്മളിങ്ങനെ ആവി കൊടുക്കുന്ന മരുന്നുകൾ. അപ്പൊ ആ നെബുലൈസേഷൻ കൊടുക്കുന്ന പോർട്ടബിൾ മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്, നിങ്ങളുടെ കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ വലിവ് വരുന്ന കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഹേലർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ മരുന്ന് കയ്യിൽ വെക്കണം. അവർ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ നിർബന്ധമായിട്ട്, അതിപ്പോ ജനറലി എനിക്ക് പറയാൻ പറ്റില്ല, അത് വീസിംഗ് വരുന്ന കുട്ടികൾക്കും വലിയ ആളുകൾക്കും അറിയാം. അപ്പൊ ഡോക്ടറോട് ചോദിച്ചിട്ട് എന്തൊക്കെ മരുന്നുകൾ വേണമെന്നുണ്ടെങ്കിൽ വീസിംഗിന്റെ മരുന്നുകൾ കയ്യിൽ വെക്കണം. പോർട്ടബിൾ ആയിട്ടുള്ള നെബുലൈസിംഗ് മെഷീൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതിന് വേണ്ട മരുന്നുകളും കയ്യിൽ കരുതുക. അപ്പൊ എവിടെയാണെങ്കിലും നമുക്കൊരു പ്ലഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെബുലൈസേഷൻ കൊടുക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ ശ്വാസം മുട്ടലിന്റെ ആണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ശ്വാസം മുട്ടലുള്ള ആളുകളെ, ഈ ശ്വാസം മുട്ടലുള്ള ആളുകളും ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളുകളും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുമല്ലോ. പെട്ടെന്ന് അവിടെ നിന്നല്ലല്ലോ അവർക്ക് ഹാർട്ട് പ്രോബ്ലം വരിക. സോ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾ എന്തായാലും കയ്യിൽ വെക്കണം കേട്ടോ. ഇൻഹേലർ ഒന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോക്ക്. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രിപ്പ്, എന്തായാലും നല്ലൊരു വെക്കേഷൻ, ഏപ്രിൽ മെയ് ഒക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കുക, സ്ഥലങ്ങളൊക്കെ കാണുക, കുട്ടികളുമായിട്ട് ട്രിപ്പുകളൊക്കെ പോവുക. പക്ഷേ മെഡിക്കൽ കിറ്റ് മറക്കാതെ എടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.